എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻറ്റീനിലേക്ക് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിവന്യൂവിന് കീഴിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് ക്യാൻറ്റീൻ അറ്റൻഡൻ്റ് ആണ്. MP ആൻഡ് CG റീജിയണിലേക്കാണ് വേക്കൻസി ഉള്ളത്. അതായത് മധ്യപ്രദേശ് ആൻഡ് ഛത്തീസ്ഗഡ് റീജിയണിലാണ് വേക്കൻസി വരുന്നത്. ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് 7 വേക്കൻസി, അൺറിസർവ്ഡ് 3, SC 1, ST 1, OBC 1, EWS 1. PWBDക്കും വേക്കൻസി ഉണ്ട്. പ്രായപരിധി വരുന്നത് 18 തൊട്ട് 25 വരെയാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് 1/9/2001 31/8/2008 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ശമ്പളം, തുടക്ക ശമ്പളം 18,000 രൂപയാണ്. 18,000 മുതൽ 56,900 വരെയായിരിക്കും ശമ്പളം കിട്ടുന്നത്. ടോട്ടൽ വേക്കൻസി 7 ആണ്. മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും PWBD കാറ്റഗറിക്ക് 10 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 31 ആണ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം. incometaxmpcg.gov.in ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വാലിഡ് ഫോട്ടോ ID പ്രൂഫും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, SC ST OBC EWS ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, PWBD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ 1 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആധാർ കാർഡും ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റിൻ്റെ ജോലി വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ടീ, കോഫി അല്ലെങ്കിൽ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുക, സെർവ് ചെയ്യുക, റെഗുലർ റൂം സർവീസൊക്കെ ചെയ്യുക, ക്ലീനിങ് അല്ലെങ്കിൽ ഡസ്റ്റിംഗ് ഓഫ് ടേബിൾ ചെയറൊക്കെ ചെയ്യണം, കിച്ചൺ ഏരിയയൊക്കെ ക്ലീൻ ചെയ്യണം. മറ്റ് അതർ അഡീഷണൽ ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആദ്യമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടണി ചെയ്യും. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. സ്റ്റേജ് 1 വരുന്നത് സ്ക്രൂട്ടണിയാണ്. സ്ക്രൂട്ടണി ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ റിട്ടൺ എക്സാമിനേഷൻ. റിട്ടൺ എക്സാമിനേഷൻ വരുന്നത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 10 ക്വസ്റ്റ്യൻ, ഹിന്ദി കോംപ്രിഹെൻഷൻ 10 ക്വസ്റ്റ്യൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ 10 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് 5 ക്വസ്റ്റ്യൻ, ഹൈജീൻ ആൻഡ് ക്ലീൻനെസ് 5 ക്വസ്റ്റ്യൻ. ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരുന്നത്. നെഗറ്റീവ് മാർക്കുണ്ട്. ഇംഗ്ലീഷിലായിരിക്കും എക്സാം വരുന്നത്. റിട്ടൺ ടെസ്റ്റ് നടക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ചിട്ടായിരിക്കും. സ്റ്റേജ് 3 സ്കിൽ ടെസ്റ്റ് ആണ്. 70 കാൻഡിഡേറ്റ്സിനായിരിക്കും നടത്തുന്നത്. സ്കിൽ ടെസ്റ്റിൽ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബിവറേജസ്, ബേസിക് ഫുഡ് ഹാൻഡ്ലിംഗ് സ്കിൽസ്, പ്രിപ്പറേഷൻ ടെക്നിക്സ്, പ്രസൻറ്റേഷൻ, ഹൈജീൻ, ക്ലീൻനെസ് ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിൽ നോക്കുന്നത്. റിസൾട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് സെലക്ട് ആവുന്നവർക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനലാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സെലക്ട് ആവുന്നവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷനും ഉണ്ട്. ജോലി വരുന്നത് ഇൻകം ടാക്സ് ഓഫീസ് മധ്യപ്രദേശ് അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലായിരിക്കും. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനാണ് അയക്കാനായിട്ട് കഴിയുന്നത്. 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. സെലക്ട് ആവുന്നവർക്ക് 2 വർഷം പ്രൊബേഷൻ ഉണ്ടായിരിക്കും. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോർ റിസർവേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് തസ്തികയിൽ ജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക.
ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.